ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്. സോ വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻഡിക്കേറ്റർ എന്താണെന്ന് പറഞ്ഞു, നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നു. അതായത് നമ്മൾ മൂവിങ് ആവറേജ് എന്താണെന്ന് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ മൂവിങ് ആവറേജിൻ്റെ ടൈപ്സ് ആയിട്ടുള്ള SMA എന്താ, EMA എന്താണെന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് അനദർ ഇൻഡിക്കേറ്റർ. സോ അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു ആസ്പെക്റ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ മാർക്കറ്റിൽ ട്രേഡിംഗ് വ്യൂ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാർട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അഥവാ നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ വെബ്സൈറ്റോ അഥവാ വെബ് ആപ്ലിക്കേഷനോ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? സോ നമ്മൾ ഈ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി? മാർക്കറ്റിൽ ലെഫ്റ്റ് സൈഡിൽ അഥവാ പ്രീവിയസ് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു, അതിന് റെസ്പെക്റ്റീവായിട്ട് ഇനി ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്നിക്കലി മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നത്. അത് പ്രീവിയസ് ഡേറ്റ വെച്ചിട്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പറയാൻ പറ്റും മാർക്കറ്റിൽ അടുത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത്. ബിക്കോസ് ആസ് എ ട്രേഡർ എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് എല്ലാവർക്കും പറയാം എന്താണ്, നമ്മൾ പ്രീവിയസ് ഡേറ്റ കണ്ടിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മാർക്കറ്റ് ഇവിടെ വരെ വരാൻ ചാൻസ് ഉണ്ട്, എന്നിട്ടായിരിക്കും ഇനി ബൈ പോവുക, അല്ലെങ്കിൽ ഇവിടെ വരെ വന്നിട്ടായിരിക്കും ഇനി സെല്ല് വരിക എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ആർ സീയിങ് വാട്ട് ഇസ് ഹാപ്പൻ ഇൻ ദ പ്രീവിയസ് മാർക്കറ്റ്സ്, റൈറ്റ്? സോ ആ പ്രീവിയസ് മാർക്കറ്റും അനലൈസ് ചെയ്യാനും കാര്യങ്ങൾക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ അപ്രോച്ചോ അല്ലെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സോ അല്ലെങ്കിൽ കുറച്ച് ഇൻസ്ട്രുമെൻസിൻ്റെ ആവശ്യമുണ്ടാവാം. സോ അതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കാം, അഥവാ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് തന്നെ വിളിക്കാം. ഓക്കെ, ദിസ് ഇസ് വൺസ് അഗെയിൻ ദ ഡെഫിനിഷൻ ഓഫ് എൻ ഇൻഡിക്കേറ്റർ. ഓക്കെ, ഒന്നുകൂടി യൂസർ ഫ്രണ്ട്ലി അപ്രോച്ചിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നതാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു അനദർ ഇൻഡിക്കേറ്റർ വിച്ച് ഈസ് കോൾഡ് ആസ് RSI അഥവാ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. RSI or relative strength index. Strength index. ഓക്കെ, സോ ഇതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടൈപ്പ് ഓഫ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ തൊട്ട് മുമ്പ് ഒരു ഇൻഡെക്സിനെ പറ്റി പഠിച്ചു, ഒരു ഇൻഡിക്കേറ്ററിനെ പറ്റി നമ്മൾ പഠിച്ചു. അത് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് അറിയാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു യൂട്യൂബ് വീഡിയോയുടെ താഴത്തായിട്ട് കമൻസ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇൻഡിക്കേറ്റർ ടൈപ്പിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞു RSI എന്ന് പറയുമ്പോൾ എന്താണ്, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. ആ ഒരു പേര് കാണിക്കുന്നത് പോലെ തന്നെ നമുക്ക് അപ്പോൾ എന്ത് മനസ്സിലാവും, ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു സ്ട്രെങ്ത് ഓർ എനർജി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അതായത് ഒരു മാർക്കറ്റിൻ്റെ സ്ട്രെങ്തോ കാര്യങ്ങളോ ഡിനോട്ട് ചെയ്യുന്ന എന്തോ എന്നാണ് ഈ ഒരു RSI എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ എന്ന് നമുക്ക് ഇതിൻ്റെ ലിറ്ററൽ നെയിമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ദാറ്റ് ടെൽസ് യു that the price is too high right now or too low. അതായത് മാർക്കറ്റിൽ റൈറ്റ് നൗ പ്രൈസ് കൂടുതലാണോ അല്ലെങ്കിൽ കുറവാണോ, അതായത് പ്രൈസ് ചെയ്തിട്ടുള്ളത് ഹൈ ആയിട്ടാണോ ലോ ആയിട്ടാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഇൻഡിക്കേറ്ററാണ് എന്ത് പറയുന്നത്, RSI അഥവാ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് പ്രിഡിക്റ്റ് ദ ഫ്യൂച്ചർ. ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് കൻ നോട്ട് പ്രിഡിക്റ്റ് ദ ഫ്യൂച്ചർ. ഓക്കെ, ഇറ്റ്സ് എ സ്പെസിഫിക് കൺക്ലൂഷൻ ഫ്രം മൈ സൈഡ്. RSI എന്ന് പറയുമ്പോൾ നമുക്ക് കറണ്ട് മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. ഇറ്റ് കൻ നോട്ട്. പക്ഷേ ആ ഒരു സ്ട്രെങ്ത്ത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങൾ പഠിക്കുന്ന ഫാക്ടേഴ്സോ അല്ലെങ്കിൽ കോൺഫിഡൻസസോ അല്ലെങ്കിൽ കൺഫർമേഷൻസോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ്സ് പുഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് നിങ്ങൾക്ക് RSIനെ കൂട്ടാവുന്നതാണ്. ഓക്കെ, ഇറ്റ് ഓൺലി ഷോസ് വെദർ ദ പ്രൈസ് ഹാസ് മൂവ്ഡ് ടു മച്ച് ഇൻ വൺ ഡയറക്ഷൻ. അതായത് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ പ്രൈസ് ഒരുപാട് നീങ്ങിയിട്ടുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, RSI ഉപയോഗിക്കുന്നത്. ഐ വിൽ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഓവർ ഹിയർ വൺസ് അഗെയിൻ. ഇറ്റ്സ് എൻ ഇൻഡിക്കേറ്റർ that tells you the price is too high or too low. Okay, it does not predict the future. Okay, then അടുത്തത്, it only shows whether the price has moved too much in one direction. ഓക്കെ, ഇതൊക്കെയാണ് RSI കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ RSIയുടെ കുറച്ച് ഫാക്ടേഴ്സ് അഥവാ കുറച്ച് പോയിൻറ്റ്സ്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം നമുക്കതിനെ. ഓക്കെ, ഇതൊക്കെയാണ് RSI ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മാർക്കറ്റിൽ. ഓക്കെ, ഇതൊന്നും കൂടെ നമുക്ക് ഹ്യൂമൻലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ പറയാം. തിങ്ക് ഓഫ് RSI ലൈക്ക് ദിസ്. ഇമാജിൻ എ പേഴ്സൺ ഈസ് റണ്ണിങ്. അതായത് ഒരാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരുപാട് നേരം ഓടുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഹീ ഈസ് ഗോയിങ് ടു ഗെറ്റ് ടയർഡ്, റൈറ്റ്?
പക്ഷെ ഒരാൾ ഒരുപാട് റെസ്റ്റ് എടുത്തിട്ട് സമാധാനപരമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഹി മൈറ്റ് ഗെൻ എനർജി, റൈറ്റ്? ഹി മൈറ്റ് റീഗെയിൻ എനർജി. പക്ഷെ മറ്റാൾ എന്തായിരിക്കും? ഹി വിൽ ബി ടയേർഡ് അ ലോട്ട്. ഓക്കെ, സോ RSI നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ഇതായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യുമ്പോൾ RSI മെഷേഴ്സ് ഹൗ ടയേർഡ് ഓർ എനർജറ്റിക് പ്രൈസ് ഈസ് വെൻ ഇറ്റ് കംസ് ടു മാർക്കറ്റ്. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ പറഞ്ഞു നേരത്തെ സ്ട്രെങ്ത് ആണെന്ന്. സോ നമ്മളത് ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ എന്താണ്? RSI ഈസ് ഷോയിങ് ഹൗ എനർജറ്റിക് ദ പ്രൈസ് ഈസ്. എനർജറ്റിക് ആണോ അല്ലെങ്കിൽ ടയേർഡാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡിക്കേറ്റർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി RSI always has the values between, or RSI always moves between 0 and 100. You only need to remember 2 numbers. അതായത് നിങ്ങൾ RSI നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ 2 നമ്പേഴ്സ് മാത്രം ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ കണക്കിലെടുത്താൽ മതി. അതായത് ഒന്നെന്ന് പറയുമ്പോൾ 70 എന്ന് പറയുമ്പോൾ എന്താണ് ഡിനോട്ട്? RSI 70 എന്ന് പറയുമ്പോൾ എന്താ ഡിനോട്ട് ചെയ്യുന്നത്? പ്രൈസ് ഇസ് ടു ഹൈ. അതായത് ഓവർ ബൈയിങ് ആണ് നടക്കുന്നത്. അതായത് കറണ്ട് മാർക്കറ്റിൽ ബയേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അഥവാ ബയേഴ്സിൻ്റെ ഇമോഷൻസും ആണ് മാർക്കറ്റിൽ കൂടുതൽ ഡിപ്ലോയ് ആവുന്നത്. അതുകൊണ്ട് ഓവർ ബൈയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ എന്നാണ് കാണിക്കുന്നത് RSI 70 എന്ന് പറയുമ്പോൾ. ഇഫ് ഇറ്റ്സ് 30, പ്രൈസ് ഇസ് ടു ലോ. അതായത് ഓവർ സെല്ലിംഗ് ആണ് അഥവാ ഓവർ സോൾഡ് ആണ്. മാർക്കറ്റിൽ ഒരുപാട് സെല്ലിംഗ് ആണ് നടക്കുന്നത്. അതായത് സെല്ലേഴ്സിൻ്റെ ഇമോഷൻസ് ആണ് മാർക്കറ്റിൽ കൂടുതൽ വർക്കൗട്ട് ആവുന്നത് അല്ലെങ്കിൽ ഡിപ്ലോയ് ആവുന്നത് എന്നാണ് ആ ഒരു വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, RSI 30 എന്ന് പറഞ്ഞ വാല്യൂ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞതുപോലെ RSI എബവ് 70 ആണെങ്കിൽ പ്രൈസ് ഹാസ് ഗോൺ അപ്പ് എ ലോട്ട്. അതായത് ഓവർ ബൈയിങ് നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബയേഴ്സ് മേ ബി ടയേർഡ് ആയിരിക്കാം. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് പ്രൈസ് മേ സ്ലോ ഡൗൺ ഓർ കം ഡൗൺ. അതുപോലെ തന്നെ RSI, സോറി, ഇറ്റ്സ് നോട്ട് ബിലോ 70, ഇറ്റ്സ് ബിലോ 30. RSI ബിലോ 30 ആണെങ്കിൽ പ്രൈസ് ഹാസ് ഫോളൻ എ ലോട്ട്. അതായത് പ്രൈസ് ഒരുപാട് വീണിട്ടുണ്ട്, അല്ലെങ്കിൽ ബെയറിഷ് ആയിട്ട് വന്നിട്ടുണ്ട്, ഡൗൺ ട്രെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ കാണിക്കുന്നത് എന്താണ്? ഒരുപാട് ആൾക്കാർ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത്. സെല്ലേഴ്സ് മേ ബി ടയേർഡ് ഇൻ ദ സെൻസ് ഇറ്റ്സ് നോട്ട് ലിറ്ററലി ബീങ് ടയേർഡ്, ഇറ്റ്സ് ദാറ്റ് ദേ ഹാസ് റീച്ച്ഡ് എ ഡിസ്കൗണ്ടഡ് പ്രൈസ്. ഇനിയും സെല്ല് ചെയ്തിട്ട് കാര്യമില്ല എന്ന ഒരു പോയിൻ്റ് ഓഫ് പ്രൈസിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ടയേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ മോർ ദാൻ എക്സ്പെക്റ്റഡ് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുക? അവർ തിരിച്ച് ബൈ ചെയ്യാനല്ലേ നോക്കുള്ളൂ. ഇഫ് ദേ ആർ എ പ്രോപ്പർ ട്രേഡർ, ദേ ആർ ഗോയിങ് ടു ബൈ ഫ്രം ഡിസ്കൗണ്ട് പ്രൈസ്, റൈറ്റ്? സോ സെല്ലേഴ്സ് മേ ബി ടയേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ബയേഴ്സ് മേ ബി ടയേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ലിറ്ററൽ മീനിങ് അല്ല, ഈ ഒരു മീനിങ് വെച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പ്രൈസ് മേ സ്ലോ ഡൗൺ ഓർ മൂവ് അപ്പ്. അതായത് പ്രൈസ് ഒന്നുകിൽ കൺസോളിഡേറ്റഡ് ആവാനോ അല്ലെങ്കിൽ തിരിച്ച് റിവേഴ്സൽ ആവാനോ ചാൻസ് ഉണ്ട്. തിരിച്ച് റിവേഴ്സൽ ആവാനുള്ള ചാൻസ് എന്താണ്? ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി മാർക്കറ്റ് ഡിസ്കൗണ്ടിലെത്തി, പ്രൈസ് ഫോളോ ചെയ്ത് ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിലെത്തി. സോ ദർ ഇസ് എ ഗുഡ് ചാൻസ് ദാറ്റ് ദ ബയേഴ്സ് ആർ എൻറ്ററിങ് ദ മാർക്കറ്റ് ഓർ ബയേഴ്സ് ഇമോഷൻസ് ആർ ആക്ടിങ് ഇൻ ദ മാർക്കറ്റ്. സോ ഇങ്ങനെയാണ്. ബട്ട് ദർ ഇസ് എ പ്രോപ്പർ നോട്ട് ഫ്രം മൈ സൈഡ്. ഇങ്ങനെ RSI എബവ് 70 പ്രൈസ് ഹാസ് സ്ലോ ഡൗൺ ഓർ കം ഡൗൺ എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അത് കാരണത്താൽ പ്രൈസ് എന്തില്ല, ഇനി ഇൻസ്റ്റൻ്റ്ലി ഫോൾ ആവാനും ചാൻസ് ഇല്ല. പ്രൈസ് സ്ലോ ഡൗൺ ആയി പെട്ടെന്ന് ഡൗണിലോട്ട് വരികയാണ് എന്നുള്ളൊരു ചാൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ RSI ബിലോ 30 എന്ന് പറയുമ്പോൾ പ്രൈസ് ഓൾറെഡി താഴോട്ട് ഒരുപാട് വന്നു, ഇനി പെട്ടെന്ന് തിരിച്ച് റൈസ് ആവാൻ ചാൻസ് ഉണ്ട്. ദാറ്റ്സ് നോട്ട് ഈവൻ ഗോൺ ഹാപ്പൻ. മേ ബി നോട്ട്. ദാറ്റ്സ് ദ റിയാലിറ്റി അബൌട്ട് ദ ഇൻഡിക്കേറ്റേഴ്സ്. So let's look how we can execute or implement RSI indicator in our trading view. Okay, so indicators click ചെയ്യുക. അതിനുശേഷം നമ്മൾ RSI എന്ന് ടൈപ്പ് ചെയ്യുക. ക്ലിക്ക് ഓൺ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, ദ ഫസ്റ്റ് വൺ itself. Okay, go for it. Then it will display something like this over here in the bottom side of the trading view. Okay, then click on it. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ബിക്കോസ് ഇത് കുറച്ച് മെസ്സിയാണ്. സോ ഇത് നമുക്ക് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊന്നുകൂടി ബെറ്റർ ആക്കണം. സോ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് RSI അപ്പർ ബാൻഡ്, RSI മിഡിൽ ബാൻഡ്, RSI ലോവർ ബാൻഡ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അൺടിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഒരു യെല്ലോ ലൈൻസും പോകുന്നുണ്ട്, ഒരു വയലറ്റ് കളർ ഓഫ് ലൈൻസും നമുക്ക് പോകുന്നുണ്ട്. സോ ഒരു യെല്ലോ ലൈൻസിൻ്റെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ RSI, if the RSI is above this yellow lines, okay, because this is more like a moving average, this yellow lines. So അതിൻ്റെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് കാണിക്കുന്നത്? ബയേഴ്സ് ആർ സ്ട്രോങ് ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ if it is below, sellers are
മോർ ഇൻ ദ മാർക്കറ്റ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതാണെന്നുണ്ടെങ്കിൽ എന്താണ്, ബയേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഓർ ബയേഴ്സിൻ്റെ വോളിയമാണ് മാർക്കറ്റിൽ കൂടുതൽ. നേരെ മറിച്ച് ഇതിൻ്റെ താഴത്താണെന്നുണ്ടെങ്കിൽ എന്താണ്, സെല്ലേഴ്സിൻ്റെ വോളിയമാണ് വളരെ കൂടുതൽ എന്നാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഈ ഒരു ഇൻഡിക്കേറ്റർ എന്താണ്, ഇറ്റ്സ് ജസ്റ്റ് എ മൊമെൻറ്റം ഇൻഡിക്കേറ്റർ, നോട്ട് എ റിവേഴ്സൽ ഇൻഡിക്കേറ്റർ. ജസ്റ്റ് മാർക്കറ്റിലുള്ള മൊമെൻറ്റം മനസ്സിലാക്കാനും സ്ട്രെങ്ത് മനസ്സിലാക്കാനും വേണ്ടി മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി വിൽ യൂസ് ഇറ്റ് ഇൻ അവർ ട്രേഡിംഗ് വ്യൂ. ഓക്കെ, സോ ഇവിടെ നോർമലി ബിഗിനേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ്, അല്ലെങ്കിൽ നടത്തി വരുന്ന കുറച്ച് മിസ്റ്റേക്സ് എന്തൊക്കെ വെച്ചാൽ, ഇമ്മീഡിയറ്റ്ലി RSI 30 ടച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ബൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ്ലി RSI 70 ടച്ച് ചെയ്യുമ്പോൾ സെൽ ചെയ്യുന്നു. സോ ഇതൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക. യൂസിങ് RSI alone without the trend, understanding of the trend itself is a mistake. സോ നിങ്ങൾ വേറെയും കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് മെത്തേഡാണോ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്ത് സ്ട്രാറ്റജിയാണോ ഉപയോഗിക്കുന്നത്, അതിൻ്റെ കൂടെ ഒരു കോ ഫാക്ടർ ഓർ കൺഫർമേഷൻസ് മാത്രമായിട്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആഡ് ഓൺ മാത്രമായിട്ട് എന്ത് ഉപയോഗിക്കുക, ഒരു RSI ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓൾസോ വൺ മോർ തിങ്, ജസ്റ്റ് മേക്കിംഗ് യു മെമ്മറൈസ് വൺസ് അഗെയിൻ ദാറ്റ്, റിമൈൻഡിങ് യു വൺസ് അഗെയിൻ, ഇതൊരു മൊമെൻറ്റം ഇൻഡിക്കേറ്റർ മാത്രമാണ്, അല്ലാതെ നമുക്ക് റിവേഴ്സൽ ഇൻഡിക്കേറ്റർ അല്ല. ഇറ്റ്സ് ദ നെയിം ഇറ്റ്സ് ഡിനോട്ട്സ് ദറ്റ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. അതായത് മാർക്കറ്റിൻ്റെ മൊമെൻറ്റം മനസ്സിലാക്കാനും സ്ട്രെങ്ത് മനസ്സിലാക്കാനും വേണ്ടി മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. Okay, so that's all for this episode. Thank you. See you again. Bye.